എല്ലാവർക്കും നമസ്കാരം. മായ സ്റ്റാറിലേക്ക് സ്വാഗതം. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഉള്ള സമ്പൂർണ്ണ വിഷുഫലമാണ് പറയുന്നത്. അതായത് ഈ വരുന്ന ഏപ്രിൽ 2025 മുതൽ അടുത്ത 2026 വരെയുള്ള ഒരു വർഷക്കാലത്തെ ഫലം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നിന്ന് നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഒരു വർഷക്കാലത്തെ സമ്പൂർണ്ണ വിഷുഫലം എങ്ങനെയാണ് എന്ന് നോക്കാം. Magician, 6 of Pentacles, 3 of Swords, 10 of Pentacles, Queen of Pentacles, Hermit mode. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മെജീഷ്യൻ ആൻഡ് ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. അപ്പോൾ ഈ ഒരു വർഷം നിങ്ങൾ ശ്രമിച്ചാൽ നടക്കാത്തതായിട്ട് ഒന്നുമില്ല. മെജീഷ്യൻ ആൻഡ് ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. ഒത്തിരി ഉയർച്ചയിലേക്ക് പോകുന്ന ഒരു വർഷമാണ്. പക്ഷേ നിങ്ങൾക്ക് ആദ്യം തന്നെ സ്വയം വേണ്ടുന്ന സ്വയമുള്ള വിശ്വാസമാണ്. കാരണം ഇവിടെ ഒരു വിശ്വാസക്കുറവ് കാണിക്കുന്നുണ്ട്. എന്നിരുന്നാലും അതിനെ നിങ്ങൾ മറികടക്കുകയും നിങ്ങൾ മുന്നോട്ടേക്ക് പോവുകയും ചെയ്യുകയാണ് എങ്കിൽ വളരെയധികം സാധ്യതകളുണ്ട്. ജീവിതത്തിൽ മുന്നേറാൻ പറ്റുന്ന ഒരു സമയമാണ്. ബിസിനസ് മേഖലയിൽ ഉയർച്ച സാധ്യമാകുന്ന ഒരു സമയമാണ്. ജോലി സംബന്ധമായിട്ട് ഉയർച്ച, പ്രൈവറ്റ് കമ്പനീസ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഗവൺമെൻറ് കമ്പനികളിലായിക്കോട്ടെ, ഗവൺമെൻറ് സ്ഥാപനങ്ങളിലായിക്കോട്ടെ, എല്ലാത്തിലും ഉയർച്ച നേടുന്ന സമയമാണ്. പ്രൊമോഷൻ കാര്യങ്ങൾ, പെർമനൻറ്റ് ജോലി, സർക്കാർ ജോലി, അതുപോലുള്ള കാര്യങ്ങൾ. അതേപോലെ തന്നെ ഒത്തിരി കോമ്പറ്റേറ്റീവ് എക്സാംസ് ഒക്കെ പങ്കെടുത്തിട്ട് മുന്നേറേണ്ടി വരുന്ന സാഹചര്യങ്ങൾ, ബാങ്ക് ടെസ്റ്റൊക്കെ എഴുതുന്നവർ, അങ്ങനെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം നല്ല സാധ്യതകളുള്ള സമയമാണ്. ബാങ്കിൽ വർക്ക് ചെയ്യുന്നവർക്ക് പ്രൊമോഷന് സാധ്യത സൂചിപ്പിക്കുന്നുണ്ട്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആഗ്രഹിച്ച പോലെ എല്ലാ കാര്യങ്ങളും ഇപ്പം ട്രാൻസ്ഫറോട് കൂടിയിട്ടുള്ള പ്രൊമോഷനും കാര്യങ്ങളൊക്കെയാണ് എങ്കിൽ പോലും ഈ ഒരു സമയത്ത് ട്രാൻസ്ഫർ ഒഴിവാക്കി ഉള്ള ഒരു പ്രൊമോഷനുള്ളൊരു നീക്കം, അതിനുള്ളൊരു സാധ്യത ചില ആളുകൾക്ക് സാധ്യമായേക്കാം. അപ്പോൾ അത് നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലേക്ക്, അതേപോലെ നിങ്ങൾക്കൊരു പെർമനൻറ്റ് ജോലി, നിങ്ങൾ ആഗ്രഹിച്ച ഫീൽഡിലുള്ളൊരു ജോലി, നിങ്ങൾ പഠിച്ച ഫീൽഡിലുള്ള ജോലി, ചില ആളുകൾ ജോലി ചെയ്യുന്നുണ്ടാവും, നല്ല ശമ്പളവും ചിലപ്പോൾ ലഭിക്കുന്നുണ്ടാവും. പക്ഷെ നിങ്ങൾ ആഗ്രഹിച്ച ഫീൽഡിലുള്ളൊരു ജോലി നിങ്ങൾക്ക് ലഭിക്കാം. അതേപോലെ തന്നെ പിന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സർക്കാർ ജോലി ആഗ്രഹിച്ചത് ആയിരിക്കാം, പ്രൈവറ്റിൽ ജോലി ചെയ്യുന്നവർ, അങ്ങനെയുള്ളവർക്ക് സർക്കാർ ജോലി ലഭിക്കുന്നതിനുള്ളൊരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ചില ആളുകളെ സംബന്ധിച്ചും നിങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിലേക്കൊക്കെ പോകുന്നുണ്ടാവാം. പിന്നെ പാരമ്പര്യമായിട്ടുള്ള ചില കുലത്തൊഴിലെന്ന് നമ്മൾ പറയുന്ന അത് ആ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഇപ്പോൾ മൺപാത്രങ്ങൾ, മണ്ണുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ക്ലേ, മണ്ണുമായിട്ട് ബന്ധപ്പെടുത്ത് കിടക്കുന്ന കരകൗശല വസ്തുക്കൾ, മുള, മണ്ണ്, അതേപോലെ മെറ്റൽസ്, അല്ലെങ്കിൽ ഇപ്പോൾ അതുപോലുള്ള കാര്യങ്ങൾ, ആയുധങ്ങൾ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ഡേഞ്ചറസ് ആയിട്ടുള്ള മറ്റുള്ളവർക്ക് കുറച്ച് ശ്രദ്ധിക്കേണ്ടുന്ന തരത്തിലുള്ള ഇപ്പോൾ പടക്ക കച്ചവടം അല്ലെങ്കിൽ തീപ്പെട്ടി കമ്പനി, അതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെ, അതായത് വ്യത്യസ്തങ്ങളായിട്ടുള്ള മേഖലകളിലേക്ക് നിങ്ങളുടെ കുടുംബത്തിൽ ആരും ശ്രമിക്കാത്ത മേഖലയിൽ ശ്രമിക്കാനുള്ളൊരു സാഹചര്യം ചില ആളുകൾ സൂചിപ്പിക്കുന്നുണ്ട്. പല പല പുതിയ കാര്യങ്ങളും ജീവിതത്തിലേക്ക് വരുന്ന സമയം കൂടിയിട്ടാണ്. പിന്നെ പലരെയും സംബന്ധിച്ച് കുറച്ച് നേച്ചറുമായിട്ട്, പ്രകൃതിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള, പ്രകൃതിദത്തമായിട്ടുള്ള പ്രൊഡക്ട്സ് വിൽക്കുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു സാധ്യത, ആയുർവേദത്തിലേക്കുള്ള ചില ആളുകളെ സംബന്ധിച്ച് നിങ്ങൾ ചിലപ്പോൾ ഒരു നല്ല ജോലിയിൽ നിൽക്കുന്ന, അതായത് നല്ലൊരു പൊസിഷൻ, ഒരു സ്ഥിര വരുമാനമുള്ള 9 to 5 ജോബായിരിക്കും, നല്ല വരുമാനമായിരിക്കും. അതിൽ നിന്ന് നിങ്ങളൊരു ബിസിനസ്സിലേക്ക് പോകുന്നുണ്ടാവും. ചിലപ്പോൾ ആയുർവേദമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പച്ചമരുന്നുകൾ, അതുപോലുള്ള കാര്യങ്ങളും, ഓയിൽ എന്തെങ്കിലും, അതുപോലുള്ള കാര്യങ്ങളൊക്കെ, എന്തെങ്കിലും നാച്ചുറൽ ആയിട്ടുള്ള പല കാര്യങ്ങളിലേക്കും തിരിയാവുന്ന അവസരം കാണിക്കുന്നു എന്നുള്ളതാണ്. 6 of Pentacles and 10 of Pentacles എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു വർഷം നിങ്ങൾ പൊതുവെ പല പല സാധ്യതകളുണ്ടെന്ന് പറയുമ്പോഴും അതോടൊപ്പം തന്നെ സാമ്പത്തികമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും സൂചിപ്പിക്കുന്നുണ്ട്. ലോൺ കാര്യങ്ങളൊക്കെ കിട്ടാൻ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും ഈ ഒരു വർഷം. അപ്പോൾ ലോണിന് ശ്രമിക്കുന്നവർക്ക് സാധ്യതകൾ ഏറി നിൽക്കുന്ന ഒരു വർഷം തന്നെയാണ് ഈ ഒരു വർഷം എന്ന് പറയാം. അപ്പോൾ ലോൺ കാര്യങ്ങൾക്കൊക്കെ സാധ്യത, നിങ്ങൾ എന്താണോ എയിം ചെയ്ത് കുറച്ചധികം നാളായിട്ട് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, പക്ഷേ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നില്ല, പ്രൊക്രാസ്റ്റിനേഷൻ ആയിരിക്കാം. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ പുറത്ത് കടക്കുന്നു, നിങ്ങൾ ധൈര്യമായിട്ട് ഇനീഷ്യേറ്റ് ചെയ്ത് ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുന്ന ഒരു സമയമായിട്ട് കാണുന്നുണ്ട്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ കഴിവുകൾ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാനുള്ള അവസരം ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ ചിത്രം വരയ്ക്കുന്നതോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള നിങ്ങളുടെ കഴിവ് എന്താണോ അത് നല്ല രീതിയിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ്.
അപ്പോൾ ചില ആളുകൾക്ക് നിങ്ങളുടെ കഴിവ് എന്താണെന്ന് അറിയില്ല, ഇതൊരു കഴിവാണെന്ന് തന്നെ ചിന്തിക്കാത്ത, ഇതൊക്കെ എല്ലാവർക്കും ചെയ്യാൻ പറ്റും എന്ന് ചിന്തിക്കുന്ന കാര്യങ്ങൾ അതങ്ങനെയല്ല. ചിലപ്പോൾ മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും, പക്ഷെ അവർ ചെയ്യുന്നില്ല. നിങ്ങളത് നല്ല ഭംഗിയായിട്ട് ചെയ്യുന്നു, അത് ചെയ്യേണ്ട രീതിയിൽ ചെയ്യുന്നു എങ്കിൽ അതും ഒരു കഴിവാണ്. കാരണം അത് നമ്മുടെ കയ്യിലുള്ള കഴിവ് അത് ഉപയോഗപ്പെടുത്തുന്നില്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോവുകയാണ്. അത് ഉപയോഗപ്പെടുത്തി അതിലൂടെ വരുമാനം നേടാൻ നിങ്ങൾക്ക് പറ്റും എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളുടെ കഴിവുകൾ ഉപയോഗപ്പെടുത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ അത് വരുമാനമാക്കാൻ നിങ്ങൾക്ക് പറ്റുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ തീരെ ചിന്തിക്കാത്ത ചില കരകൗശല വിദ്യകളായിരിക്കാം, അത് നിങ്ങൾക്കൊരു വരുമാന മാർഗം തന്നെയായിട്ട് കാണിക്കുന്നുണ്ട്. ഫാമിലി ഇപ്പോൾ പ്രത്യേകിച്ച് വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഈ ഒരു വർഷം ഇപ്പോൾ വരെ വലിയ വരുമാനമൊന്നുമില്ല, പ്രത്യേകിച്ച് വരുമാനമൊന്നും ഇല്ലാത്തവർ ചെറിയ രീതിയിലുള്ള കാര്യങ്ങളിപ്പോൾ കുപ്പികളിൽ ചിത്രങ്ങൾ വരയ്ക്കുന്നു, അല്ലെങ്കിൽ ചെറിയ രീതിയിൽ എന്തെങ്കിലും ആയിട്ടുള്ള വലിയ വലിയ കാര്യങ്ങളെന്ന് നിങ്ങൾ കരുതുന്ന കാര്യങ്ങളായിരിക്കും. നിങ്ങൾ കരുതുന്നത് ഇതിലൊന്നും വലിയ കാര്യമില്ല എന്നായിരിക്കും. പക്ഷേ എന്തായാലും നിങ്ങൾ ചെയ്യുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളിലൂടെ വരുമാനം നേടി അതൊരു വലിയ ലെവലിലേക്ക്, ഇപ്പോൾ ആദ്യത്തെ പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ അതിനേക്കാൾ വലിയ ലെവലിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന അവസരം സൂചിപ്പിക്കുന്നുണ്ട്. ഒന്നിനെയും ചെറുതാക്കി കാണാതിരിക്കുകയും ഇതും ഒരു കഴിവാണ്, എനിക്കും കഴിവുണ്ടെന്ന് ചിന്തിക്കാൻ തുടങ്ങുന്നിടത്താണ് നിങ്ങൾ മുന്നോട്ടേക്ക് പോകാൻ പോകുന്നത്. അത് നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്നിടത്ത് നിന്ന് വലിയൊരു പൊസിഷനിലേക്ക് എത്താൻ പറ്റുന്ന ഒരു അവസരമാണ് നിങ്ങൾക്ക് കാണിക്കുന്നത്. നിങ്ങൾ സ്വന്തം കാലിൽ നിൽക്കുക, ഫിനാൻഷ്യലി സെക്യൂർ ആവുന്ന അവസരം കാണിക്കുന്നുണ്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിപ്പോൾ വിദ്യാഭ്യാസ കാലഘട്ടമാണ് എന്നൊരു ചിന്തയിലില്ലാതെ സൈഡായിട്ടുള്ളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷനും ഉണ്ട്. അപ്പോൾ അതൊക്കെ വളരെയധികം സാധ്യതകൾ, ആ വഴികളിലൂടെയൊക്കെ നിങ്ങൾക്ക് ഒത്തിരി സാധ്യതകൾ നൽകുന്ന ഒരു വർഷമായിരിക്കും ഈ ഒരു വർഷക്കാലം എന്ന് പറഞ്ഞ് ഈ വരുന്ന മുന്നോട്ടേക്കുള്ള നിങ്ങളെ സംബന്ധിച്ച് വരുന്ന ഒരു വർഷക്കാലം അങ്ങനെയാണ് സാധ്യത സൂചിപ്പിക്കുന്നത്. പിന്നെ 6 ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് ഹെർമിറ്റ് മോഡാണ് സൂചിപ്പിക്കുന്നത്. വരുമാന കാര്യങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്നു. സാമ്പത്തികമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാക്കണം നിങ്ങൾ ശ്രമിക്കുന്നു, അതായത് പണം സമ്പാദിക്കുക എന്നുള്ളത് നിങ്ങളുടെ ലക്ഷ്യമാണ്. പക്ഷെ അത് മാത്രമല്ല നിങ്ങളുടെ ലക്ഷ്യം. അപ്പം അത് ധനലാഭം ഉണ്ടാക്കുക, കരിയറിൽ മുന്നേറുക, സാമ്പത്തികമായിട്ട് മുന്നേറുക, ഇതൊക്കെ നിങ്ങളുടെ ലക്ഷ്യങ്ങളാകുമ്പോൾ തന്നെയും നിങ്ങൾ നിങ്ങളുടെ ആത്മീയമായിട്ടുള്ള സൈഡും കൂടെ മുറുകെ പിടിക്കുന്നുണ്ട്. അതായത് ദൈവവിശ്വാസവും ആത്മീയതയും കൂടെ കൊണ്ടു നടക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ, ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ സമയം കണ്ടെത്തുന്നു. ഇപ്പോൾ ക്ഷേത്രങ്ങളിലേക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാൻ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങൾ കാര്യങ്ങളിലേക്ക്, ക്ഷേത്രങ്ങൾ സന്ദർശിക്കുക, പള്ളികളിൽ പോവുക, കൃത്യമായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മാമൂലുകളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ മുറുകെ പിടിച്ചു കൊണ്ടുപോകുന്ന വർഷമാണ്. അതുകൊണ്ട് തന്നെ ദൈവാനുഗ്രഹവും വേണ്ട പോലെ ഉണ്ടാവും. വേണ്ട കാര്യങ്ങൾ വേണ്ട സമയത്ത് വേണ്ട പോലെ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റുമെന്നുള്ളതാണ്. നമ്മൾ യു വിൽ ബി റൈറ്റ് പ്ലേസിലായിരിക്കും റൈറ്റ് ടൈമിൽ എന്നുള്ളത് ആണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ട് ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ്. 3 ഓഫ് സോഡ്സ് ആൻഡ് ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ് ഇവിടെ പറയാനുള്ളത്. നിങ്ങൾ കഴിഞ്ഞുപോയ കാലത്തിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ നഷ്ടബോധങ്ങൾ നിങ്ങളെ അലട്ടാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം നഷ്ടബോധങ്ങൾ ഇടയ്ക്ക് വരും. ചില കാര്യങ്ങളുമായിട്ട് മുന്നോട്ടേക്ക് പോകുമ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് പുതിയതായിട്ട് തുടങ്ങുന്ന കാര്യങ്ങളാകുമ്പോൾ ഇതെങ്ങനെയാവും, ഇതിനു മുമ്പ് നഷ്ടപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചിട്ട് ഇതും അതുപോലെ ആവും, അങ്ങനെയൊക്കെ ചിന്ത വരുന്നുണ്ട്. പക്ഷെ അതൊക്കെ നിങ്ങൾ ഒഴിവാക്കുക. അങ്ങനെയൊന്നും ജീവിതത്തിൽ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒന്നും ഉണ്ടാകുന്നില്ല. അത് കഴിഞ്ഞതാണ്, പാസ്റ്റ് ഇസ് പാസ്റ്റ് എന്നുള്ളതാണ്. ഫ്യൂച്ചറിനെ കുറിച്ചിട്ട് നിങ്ങൾ ചിന്തിക്കുക. ഫ്യൂച്ചർ നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയാണ് നിങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. അപ്പോൾ ആ ഒരു പോസിറ്റിവിറ്റി, നിങ്ങളുടെ മുമ്പിലുള്ള ആ ഒരു പോസിറ്റിവിറ്റി നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിയിട്ട് മുന്നോട്ടേക്ക് പോവാം. ഇവിടെ ചില വ്യക്തികൾ, പാരൻസിനെ സംബന്ധിച്ചിടത്തോളം മക്കളുടെ കാര്യങ്ങൾ നല്ല രീതിയിൽ നോക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ചിന്ത, അല്ലെങ്കിൽ മക്കളുടെ വിദ്യാഭ്യാസം, അല്ലെങ്കിൽ പുതിയ സ്കൂളിലേക്ക് മാറണം, ഇപ്പോൾ ഉള്ള സ്കൂളിൽ നിന്ന് കുറച്ചുകൂടി മികച്ച സ്കൂള്, വിദ്യാഭ്യാസപരമായിട്ട് പല കാര്യങ്ങളും നൽകണം എന്നുള്ളൊരു ചിന്തയിൽ നിൽക്കുന്നവർക്ക്, അതൊന്നും നൽകാൻ പറ്റാത്തവർക്ക് അങ്ങനെ മക്കളുടെ കാര്യങ്ങൾ നല്ല രീതിയിൽ നോക്കാനും അവർക്ക് നല്ല രീതിയിൽ വിദ്യാഭ്യാസം കൊടുക്കാനും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് പോലുള്ള കാര്യങ്ങളിലേക്ക് അവർ ചേർക്കാനും അതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ അവസരം ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ പൊതുവെ ഒരു തൃപ്തികരമായിട്ടുള്ളൊരു അന്തരീക്ഷം തന്നെയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വർഷക്കാലം സൂചിപ്പിക്കുന്നത്. ഗ്രഹങ്ങളുടെ അടിസ്ഥാനത്തിൽ പോസിറ്റീവ് എനർജീസാണ് കൂടുതലായിട്ട് പറയുകയാണെങ്കിലും സൂചിപ്പിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം വളരെ ഊഷ്മളമാകുന്നുണ്ട്. ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു വർഷമാണ്. അപ്പോൾ കുടുംബ
ഒരുമിച്ച് കൂടുമ്പോൾ ഇമ്പമുള്ള ഒരു കുടുംബമായിട്ട് മാറുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.